വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്ന പശ്ചാത്തലം കൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം. ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ ശ്രീ വിവേക് നാരായൺ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വിവേക് നാരായൺ, ഇപ്പോൾ സംഭവിച്ച ദുരന്തം അത് തമിഴ്നാട് ഞെട്ടിച്ചിരിക്കുകയാണ്. അനവധി ആളുകൾ വലിയ തോതിൽ പരിക്കേറ്റ ആശുപത്രികളുണ്ട്. മരണസംഖ്യ ഉയരാൻ തന്നെയല്ലേ സാധ്യത? അതെ, പക്ഷേ ഈ നമ്മൾ ഞെട്ടി എന്ന് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ ജനതയും അതുപോലെ തമിഴ്നാട്ടിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമുള്ള പോലീസും ബാക്കി സംവിധാനങ്ങളും അറിയേണ്ട ഒരു കാര്യം, ഇതൊരു പുതിയ ആയോ അതല്ലെങ്കിൽ ഇതിനു മുന്നേ അറിയാത്ത ഒരു കാര്യമല്ല. ഇറ്റ് വാസ് എ ട്രാജഡി വെയിറ്റിംഗ് ടു ഹാപ്പൻ. ഇതിനു മുമ്പ് പോലീസ് ഒരു 30 കാര്യങ്ങൾ ചെയ്യേണ്ട ലിസ്റ്റ് ഇന്ന് നടന്നത് 4ാമത്തെ റാലിയാണ്. എല്ലാ ശനിയാഴ്ചയും കഴിഞ്ഞ 4 ശനിയാഴ്ചകളായിട്ട് ശ്രീ വിജയ് സൂപ്പർ സ്റ്റാർ ഒരു റാലി നടത്തിക്കൊണ്ടുവരികയാണ്. തമിഴ്നാട്ടിലെ പല ഭാഗത്തിൽ കോളിടക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി പല ആൾക്കാരും DMK പോലുള്ള ഒരു മാസ് പാർട്ടി വരെ അദ്ദേഹത്തിനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പരിധിയിൽ ഇരുന്നിട്ട് ഈ 30 പോലീസ് ലിസ്റ്റിനെ വലിച്ചു കീറുക, അതിനെ കോടതിയിൽ ചാലഞ്ച് ചെയ്യുക. ഈ 30 ലിസ്റ്റ് എന്ന് പോലീസ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാര് മീഡിയൻ ക്രോസ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഒരു റോഡ് ഷോ ഇറക്കുമ്പോൾ അതിൽ ഇത്ര ആൾക്കാരെ കാണാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങൾ മാത്രമാണ്. നിയമങ്ങൾ ലംഘിക്കാൻ ഒരു സൂപ്പർ സ്റ്റാറിനും അധികാരമില്ല എന്ന് ജനം മനസ്സിലാക്കണം, എന്ന് പോലീസ് മനസ്സിലാക്കണം, എന്ന് കോടതികൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതോളം അത് നിർത്താത്ത ഈ വിജയ്ക്ക് ഇത് നിർത്തിക്കഴിഞ്ഞാൽ വിജയ് പോപ്പുലർ ആകുമോ എന്നുള്ള സ്റ്റാലിന്റെ ഭയമുണ്ട്. അതെല്ലാം മറികടന്ന് ലോ ആൻഡ് ഓർഡർ എന്നുള്ളതും ജനത്തിന്റെ ജീവനും സുരക്ഷയും അതിനുപരിയാണെന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് മരിച്ചിരിക്കുന്നത് 31 പേരെന്നാണ് ഇപ്പൊ ഒഫീഷ്യൽ റെക്കോർഡിൽ നമ്മൾ സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 31നും മേളിലാകും ഈ ഡെത്ത് ടോൾ. ഇതിൽ നിന്ന് 6 കുട്ടികൾ, ഈ കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അത്തരം കുട്ടികൾ എന്തിനാണ് മരിച്ചത്? അവർക്ക് സിനിമ എന്താണെന്നോ സ്ക്രീൻ എന്താന്ന് പോലും അറിയില്ല, വിജയ് ആരെന്നറിയില്ല. അങ്ങനത്തെ കുട്ടികൾ മരിച്ചതിന് ഉത്തരവാദിത്വം അതിനുള്ള സംസ്ഥാന പോലീസും. പോലീസ് ട്രൈ ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് നേരിൽ അറിയാവുന്നതാണ്. പോലീസ് പലതവണയും അതിനുള്ള ഈ പറയുന്ന 30 റൂൾസും വെച്ചു, സർക്കാർ വെച്ചു. പക്ഷെ ഇതിലെല്ലാം പൊളിറ്റിക്സ് വരും, രാഷ്ട്രീയം വരും. വിജയെ തടഞ്ഞാൽ അത് നമുക്കെതിരെയാകുമോ എന്ന് തീർച്ചയായും ഇത് ഇരയാക്കപ്പെട്ടത് സാധാരണക്കാരായ ഈ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ജനങ്ങളാണ്. ഈ പ്രസംഗത്തിനിടയ്ക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും മറ്റും വിജയ് എറിഞ്ഞു കൊടുത്തിരുന്നു. ഇതൊക്കെ വിജയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളക്കുപ്പിയുടെയൊക്കെ പ്രാധാന്യം ഈ ആരാധകർക്ക് വളരെ വലുതാണ്. അതൊക്കെ ഇവരെ അങ്ങോട്ടേക്ക് എത്താനും തടിച്ചുകൂടാനും ഒക്കെ ഒരുപാട് കാരണമായി എന്നുള്ള വിലയിരുത്തലൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും ഇന്ന് കാലത്തെ ഈ ഒരു മീറ്റിംഗ്, അതായത് ട്രിച്ചിയിൽ നിന്നും 50 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ മീറ്റിംഗ്. കരൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതൊരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. കരൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ മീറ്റിംഗ് നടക്കേണ്ടിയിരുന്നത്. കാലത്തെ നടക്കേണ്ട മീറ്റിംഗ് അത് ഒരു 6 മണിക്കൂർ. ഈ ഫിലിം സ്റ്റാർസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാലും 5 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. പ്രൊഡ്യൂസറിനെ അവഹേളിക്കാം, ജനതയെ അവഹേളിക്കാം, പക്ഷെ ജീവനെ അവഹേളിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏത് സൂപ്പർ സ്റ്റാറും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിയാണ്. അത് മനസ്സിലാക്കി ജനങ്ങളും മനസ്സിലാക്കി, രാഷ്ട്രീയക്കാരും മനസ്സിലാക്കി, സർക്കാരുകളും മനസ്സിലാക്കി. ഭയക്കേണ്ട കാര്യമില്ല. റൂൾ ഓഫ് ലോ ഈസ് അബവ് എവറിഥിങ് എൽസ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ 30 റൂൾ ഇദ്ദേഹത്തിന് വെച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ഹോം മിനിസ്റ്റർ അമിത്ഷാ ആയാലും അദ്ദേഹമായാലും എല്ലാവരും തമിഴ്നാട്ടിൽ വരുമ്പോൾ ഈ 30 റൂളും ഫോളോ ചെയ്യുന്നതാണ്. 30 റൂൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ആണ്. അത് എന്തുകൊണ്ട് വിജയ് ഫോളോ ചെയ്തില്ല? ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് വരണം. വെയിലത്തെ ആൾക്കാരെ നിർത്തരുത്. കുട്ടികളായാലും പ്രായമായാലും സ്ത്രീകളായാലും. ഈ മരണസംഖ്യ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇതിൽ കൂടുതലും മരിച്ചിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമായിരിക്കും, യുവാക്കളല്ല. ഇയാളുടെ ഫാൻസ് എന്ന് പറയുന്ന യുവാക്കളല്ല മരിച്ചിരിക്കുന്നത്. ഈ സ്ത്രീകള് കുട്ടികളെയും കൊണ്ടുവരുന്നു, ഇത്രയും പേരും വെയിറ്റ് ചെയ്ത് മരിക്കുന്നു. ഇതിന് ഉത്തരവാദിത്വം വിജയ് ഏറ്റെടുക്കുമ്പോ അതോ അതിനും ഒരു രാഷ്ട്രീയ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ്
ഇനിയുള്ള ചോദ്യം. പക്ഷേ ഇതൊരു ക്ലിയർ മെസ്സേജ് ആണ്. ഏത് സൂപ്പർ സ്റ്റാർ ആയാലും യു ആർ നോട്ട് അബൌവ് റൂൾ ഓഫ് ലോ. എല്ലാവർക്കും ഉള്ള ഒരു 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 റൂൾ ഓഫ് ലോ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് ആണ്. 11 മണിക്ക് വരണം എന്ന് പറയുന്ന ആള് 7 മണിക്ക് വരേണ്ട കാര്യമില്ല. അത് ഒറ്റ കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല. ഇതിനെല്ലാത്തിനും ഇദ്ദേഹം ഇറങ്ങിയത് തന്നെ, അദ്ദേഹം വീട്ടിൽ നിന്ന് 7 മണിക്ക് 6 മണിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് തന്നെ വളരെ താമസിച്ചാണ്. ഈ VVIP സെറ്റിൽ വരുന്ന സാധനം അദ്ദേഹം എടുക്കാൻ പാടില്ല. ഇതിന് ഈക്വൽ പങ്കാളിത്തം അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റിനുമുണ്ട്. അതാണ് നമുക്കറിയാം, അല്ലു അർജുനൻ നടൻ അദ്ദേഹത്തിന്റെ സിനിമാ പ്രൊമോഷന്റെ സമയത്ത് ഒരു മരണം സംഭവിച്ചപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ട്. ഇവിടെ വിജയ്ക്കെതിരെയും അത്തരത്തിൽ കേസെടുക്കാനും വിജയ്ക്കെതിരെ കുറ്റം ചാർത്താനും ഒക്കെ തമിഴ്നാട് സർക്കാർ തയ്യാറാകുമോ എന്നുള്ള കാര്യം കൂടി കാത്തിരുന്ന് കാണണം. എക്സാക്ട്ലി. ഇതിനകത്ത് ഇപ്പം ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് എടുക്കുന്നത്, അത് ഒരു കാര്യം ഓർക്കണം, 9 മാസം കൂടെ ഉള്ളൂ ഇലക്ഷന്. 9 മാസം പോലും ഇല്ല. മെയ്യിലാണ് ഇലക്ഷൻ. അപ്പോ ഇലക്ഷന് മുമ്പ് ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഒരു ആയുധമായി ഇവരെല്ലാം പ്രയോഗിക്കുമോ? മനുഷ്യ ജീവിതം അത്രയേ ഉള്ളോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ പോലീസ് ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും നമ്മൾ കേരളത്തിൽ കാണാത്ത ഒരു ഒരു പ്രത്യേക സിനാരിയോ ആണ്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു പദവി. ആ സൂപ്പർ സ്റ്റാറിന് എന്തുമാകാം, സൂപ്പർ സ്റ്റാറിന് എന്തും ചെയ്യാം. സൂപ്പർ സ്റ്റാർ വന്നാൽ എന്താകും എന്നുള്ള ബാക്കിയുള്ളവരും ഭയക്കുന്നു. മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ്, അത് കോൺഗ്രസ് ആയാലും DMK ആയാലും തമിഴ്നാട്ടിലെ CPM ആയാലും തമിഴ്നാട്ടിലെ BJP ആയാലും എല്ലാവരും ഒരു കാര്യമേ ഉള്ളൂ, വിജയെ ഭയക്കുന്നു. വിജയ് വന്നു കഴിഞ്ഞാൽ എന്താകും? വിജയ് ഒരു തേർഡ് ഫോഴ്സ് ആയാലോ, ഒരു ഡിസൈഡിങ് ഫോഴ്സ് ആയാലോ എന്താകും? പക്ഷെ അതിനെല്ലാം മറികടന്ന് ഈ ഒരു ചിന്താഗതി, എല്ലാവർക്കും റൂൾ ഓഫ് ലോ, ഒരു ഡിസിപ്ലിൻ ഉണ്ട് എന്നുള്ളത് ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് താമസിച്ചായാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. ശരി, ശ്രീ വിവേക് നാരായണൻ, ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തകർ നിയന്ത്രിക്കേണ്ട നേതാവാണെന്ന് ഒരാഴ്ച മുൻപുള്ള ഒരു കോടതി ഉത്തരവുണ്ടായിരുന്നു. അത് തിരുച്ചിറപ്പള്ളിയിൽ നടന്ന യോഗത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കോടതിയുടെ അത്തരത്തിലൊരു പ്രതികരണം. അന്ന് റാലിയിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചത് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കണം. ഇന്നത്തെ കരൂർ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നത് കണ്ട് പ്രസംഗത്തിനിടെ വിജയ് TV നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടു. ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികൾ മറ്റും എറിഞ്ഞുകൊടുത്തു. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം വിജയ് നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകേണ്ടത്. തുടർന്ന് പിന്നാലെ വിജയ് പ്രസംഗമൊക്കെ അവസാനിപ്പിക്കുകയായിരുന്നു. അതാണ് സംഭവം. മനു ഭരതും ഒപ്പം BB വിനോദം തുടരുന്നുണ്ട്. രണ്ടുപേരും ഈ പറഞ്ഞ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ, കൂടുതൽ മരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിവരം കൂടി ഉണ്ട്. ഒപ്പം ജനബാഹുല്യം